ഇതാണ് അണ്ണന്റെ വീട്. ഭയങ്കര സെറ്റപ്പാണല്ല. അയ്യോടാ, അണ്ണന്റെ വീട് ഓടിട്ട് താങ്ങല്ല അണ്ണ. എന്റെ ആണേ ഫ്ലക്സ് ആയിരുന്നു. അതും ആ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ ഇരിച്ചോണ്ട് തൊഴുത് നിൽക്കുന്ന ഫ്ലക്സ്. അല്ല കാണുമ്പോ തന്നെ ആ ദിവസം പോവും. ഓ ഇവിടെ ഭയങ്കര. അണ്ണൻ റിച്ച് ആയിരുന്നല്ലേ. നേരത്തെ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. ഒന്നവിടെ മിണ്ടാതിരി. നീ ഇവിടെ നിക്ക്, ഞാൻ അകത്ത് നിന്ന് ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് വരാം. അണ്ണൻ ഓളി പോവാ. ഞാൻ ഇനി എങ്ങോട്ട് ഓടാനാണ്? ഇതാണ് എന്റെ കൂട്. എങ്ങോട്ട് ഓടിയാലും ഇവിടെ വന്ന് നിൽക്കും. അതെന്നാ കാണുന്നത്? ലോ ലാഭൻ പുതിയ ഒരെണ്ണത്തിനെയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. നേരത്തെ അങ്ങോട്ട് പോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ ഇങ്ങോട്ട് വന്നു തുടങ്ങിയ. ആ നാറിക്കോഴി പെടകളുടെ കൊത്തുകൊണ്ട് ചകാൻ പോവാന്നാ തോന്നുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ല തെണ്ടി. പേര് ഇത്രയും കൃത്യമായിട്ട് ചേരുന്നത് ഇവന് മാത്രമേ ഉള്ളൂ, കോഴി. അതെ അതെ. അതെ, നീ ഇവിടെ തന്നെ നിക്കണം. ഞാൻ പറയാതെ അങ്ങോട്ട് വരരുത്. അണ്ണൻ വിളക്കെടുക്കാൻ പോവാണല്ലേ. മിട്ടാ വിളക്ക് എന്റെ കയ്യിൽ തന്ന് അകത്തോട്ട് ആനയിക്ക. വിളക്കല്ല, ഓലക്കയാണ് എടുക്കാൻ പോണത്. അതെന്തിനാ അണ്ണ? ഇവിടെയൊക്കെ വിളക്കിന് പോലെ ഒരൊക്കെയാണ് എടുക്കണത്. എന്റെ പെണ്ണെ, ഈ പൊട്ട വർത്തമാനം നിർത്തി ഇവിടെ നിൽക്കേ. ഞാൻ ഇവിടുന്ന് സിഗ്നൽ കാണിക്കും, അപ്പൊ കേറി വന്നാ മതി. അണ്ണൻ എന്തോ പൊക്കി കാണിക്കും സിഗ്നലിന്. ഞാനത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ശരി, ജീവനെങ്കിലും ഉണ്ടെങ്കിലല്ലേ പൊക്കി കാണിക്കാനെങ്കിലും പറ്റൂ. ചെന്നിട്ട് വരാം. ഈശ്വരാ, കോഴി ഗേൾസ്, ഞാൻ എത്തി. ஆடு யாரடி அந்த கோழி? இங்க எங்கேயும் பார்த்ததே இல்லே. யாரடி அவங்க? അത് തന്നെയാ ചെമ്പകൻ ഞങ്ങളും ആലോചിക്കണത്. ആ പൂവും വിളിച്ചോണ്ട് വന്നതാ. ഓ, എന്നാലും അവന്റെ ഒരു ധൈര്യമേ. ആ, പൂവന്റെ ഫ്രണ്ടാ? ഗേൾ ഫ്രണ്ട്. അയ്യോ, ഗേളാത്? അല്ല, ബോയ്. എന്റെ ചെമ്പകം അതിനെ കണ്ടാൽ അറിയില്ലേ, പെടക്കോഴിയാ. പെടക്കോഴിയാ? അതെപ്പടി തെരഞ്ഞെറിയ ഉനക്ക്? ഞാൻ ചെന്ന് പൊക്കി നോക്കി. എന്റെ ചെമ്പക പൂങ്കുഴലി തലയിലെ പൂവ് കണ്ടാൽ അറിയില്ലേ, ചെറിയ പൂവാണ് പെട, പെരിയ പൂവാണ് പൂവൻ. എന്നാ തമിഴ്നാട്ടിലൊന്നും കോഴിയില്ലായിരുന്ന? ഓ, നമ്മ നാട്ടിലൊക്കെ സന്ത കോഴിதான் இருக்குது. അത് ഇരിക്കട്ടും, ഇവളെതുക്ക് ഇങ്ങ വന്നേ? എനിക്കറിയാവോ, അവളോട് പോയി ചോദിക്ക്. കോഴികൾ ഇങ്ങ വാ, ചോദിക്കട്ടോ. ഉങ്ക ഊരെങ്കടി? ഊരാണോ? എന്തോന്നൂരാ? നിന്റെ വീട് എവിടെയാന്നാ ചോദിച്ചേ. വീട് കുറച്ച് അപ്പുറത്താ. ഇവിടെ എന്താ വന്നത്? ആരെങ്കിലും കാണാനാണോ? ഞാൻ പൂവണ്ണന്റെ കൂടെ വന്നതാ. ആ ബെസ്റ്റ്. പൂവണ്ണയാ? യാരുടെ അവൻ? ചെമ്പകം, ആ പോയ പൂവനാണ് ഇവളുടെ പൂവണ്ണൻ. അവനാ? ഓ ഓ ഓ, ഇന്നേക്ക് തിരുമ്പി പോവുങ്ങളാ? ഇന്ന് തന്നെ നീ തിരിച്ചു പോകുന്നുണ്ടോന്ന്? തിരിച്ചു പോകാനാ? ഞാനിവിടെ അണ്ണന്റെ കൂടെ പൊറുക്കാൻ വന്നതാണ്. തിരിച്ചു പോകാനേ നല്ല കാര്യമായി. ஆடா பாவி பூவா, உனக்கு இவ்வளவு தைரியமா இந்த மாதிரி வேலை காட்டுறதுக்கு? കണ്ടറിയണം കോശി. അല്ല പൂവാ, നിനക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന്. എഴുന്നേറ്റ് നിൽക്കാം, കാരണം ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും. എങ്ങനെ എഴുന്നേക്കടി. രണ്ടാളും ഇങ്ങ് വന്നേ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. നിങ്ങളിത് കേട്ട് ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ഞെട്ടും. നിങ്ങൾക്ക് ഇത് കേട്ട് അറ്റാക്ക് വരല്ലേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. പറയട്ടെ, എന്താണ് കാര്യം എന്നാരും ചോദിക്കാത്തത് എന്താ? ഓ, പതുക്കെ ഞെട്ടാന്ന് വെച്ചു. എനിക്കിപ്പോ ഞെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിള്ളേരെ, ഇത് കഴുതമാശയല്ല, നമ്മുടെ ജീവിത പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാം. നമ്മൾ 3 പേരിൽ ഒരാൾ ഈ ഞായറാഴ്ച മരിക്കും. ഞെട്ടിയാ ഞെട്ടിയാ ഞെട്ടിയാ? പൂവേട്ടാ, എവിടെയെങ്കിലും പോയി കിടന്നിട്ട് വെളിവില്ലാത്ത വർത്താനം പറയരുത്. കാര്യം പറ പൂവേട്ടാ, കയ്യും കാലും വിറച്ചിട്ട് വയ്യ. 2 പേരും ഇരി, ഞാൻ പറയാ. ഇരിക്കാനൊന്നും സമയമില്ല, ഇയാള് കാര്യം പറ. ഇരിക്കാനൊന്നും പറ്റത്തില്ല, ചേട്ടൻ പറ. അതായത് ഈ വരുന്ന ഞായറാഴ്ച ഈ വീട്ടിൽ ചിക്കൻ കറിയാണ്. ഞായറാഴ്ച ഈ വീട്ടില് ചിക്കൻ കറിയാണെന്ന് നിങ്ങൾക്ക് എഴുതി വന്നാ? വേറെ ഇല്ലാത്ത കാര്യം പറയല്ലേ. അല്ലേലും ചിക്കൻ കറിയാണെങ്കിൽ ആ തള്ള വല്ല വാസുത വന്ന ചത്ത കോഴീനെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കറി വെച്ചോളൂ. അങ്ങനെയാണല്ലോ ഇവിടെ ചെയ്യാറ്.
ആ അതൊക്കെ പണ്ട്, ഇത്തവണ അങ്ങനെ അല്ല. എങ്ങനെ അല്ലെന്ന്? അതെ, ഇവിടുത്തെ പെണ്ണിനൊരു ആലോചന വന്നിട്ട് അവര് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഞായറാഴ്ച കല്യാണം ഉറപ്പിക്കാനുള്ള വരവാണ്. അങ്ങനെയാണെങ്കിൽ ആ തള്ള വസന്തക്കോഴിയെ വാങ്ങിക്കുവോ? അയ്യോ, നേരാണ് അബുവേട്ടാ ഈ പറയണ. ദേ എന്റെ കയ്യും കാലും കൂടി വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ എന്റെ ലൈഫ് ബ്രോയിലറായേ, എന്റെ ലൈഫ് അയ്യോ, ബ്രോയിലറായേ, ഞാനും അയ്യോ എന്റെ ലൈഫ് ഞാനും വഴിയാധാരമായി. ബ്രോയിലറായേ, അയ്യോ ഞങ്ങളെ പറ്റി കറി വെക്കാൻ പോണേ, അയ്യോ ആരും രക്ഷിക്കണേ. ഞങ്ങളെല്ലാരും അയ്യോ, ചത്താവാൻ പോണേ. എന്റെ അയ്യോ ലൈഫ് ഞാനും ബ്രോയിലറായേ, വഴിയാധാരമായി. അയ്യോ ഞങ്ങളെ പറ്റി കറി വെക്കാൻ പോണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ. അകത്ത് വെടിപൊട്ടി തുടങ്ങി. അല്ലേ വെടി അകത്ത് പതിവില്ലാതെ പെടകളാണല്ലോ കരയുന്നത്. പൂവൻ സൈലന്റ് ആണല്ലോ. ഇവളെ കൂടെ വെക്കരുതൊക്കെ. പൂവൻ അവങ്ങളെ കൊല്ല പോവേണ്ടേ. ഒന്നും പറയാറായിട്ടില്ല. അയ്യോ, എന്താ അകത്ത് ഭയങ്കര കരച്ചിൽ കേക്കണേ? നിന്റെ എൻട്രി സോങ്ങാ, കേട്ടോ. എൻട്രി സോങ്ങാ? രക്ഷിക്കണേ, അയ്യോ അയ്യോ. നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കേ. ഞാനില്ലേ നിങ്ങൾക്ക് എന്ത് വന്നാലും ഞാൻ നിങ്ങൾ വിട്ടുകൊടുക്കില്ല. അപ്പൊ പൂവേട്ടൻ ചാകുവാ? പൂവേട്ടൻ ചത്ത ഞാൻ പൂവേട്ടന്റെ ഫോട്ടോ ദേ ഇവിടെ തൂക്കും. എന്നിട്ട് എന്നും ഓരോ മണ്ണിരെ പിടിച്ച് ചേട്ടന്റെ ഫോട്ടോയ്ക്ക് മാലയിടും, മണ്ണിര മാലയിടും. അമ്പടി, നിങ്ങളാള് കൊള്ളാലോടി. ഓ, എന്നെ സ്നേഹിക്കുന്ന ഒരുത്തി എന്റെ കൂടെ പോകുന്നത് എത്ര നന്നായി. പൂവേട്ടൻ ശരിക്കും മരിക്കുക. പൂവേട്ടൻ ആ ചട്ടിക്കണ തിളയ്ക്കുന്നത് എനിക്ക് ഓർക്കാനേ വയ്യ. ഇതേ പിന്നെ എടി, ആ കറിയുടെ വേസ്റ്റ് വല്ലോ ആ കള്ള പുറത്തേക്ക് എറിഞ്ഞ നീ അതൊന്നും കൊത്തി തിന്നാനൊന്നും പോകരുത്, കേട്ടല്ല? പൂവേട്ടന്റെ ആത്മാവ് പൊറുക്കില്ല, അല്ലേ പൂവേട്ട? പിന്നെ ഞാനോ തിന്നാൻ പോവല്ലേ, നീ തിന്നായിരുന്നാ മതി. അല്ലേ ഒരു ഉപദേശം വന്നേക്കണ്. അല്ലേലും പൂവേട്ടന്റെ കറിയൊന്നും കളയാനായി ബാക്കിയൊന്നും വരത്തില്ല. അല്ലേ പറഞ്ഞ് രണ്ടു കൂടി എങ്ങോട്ടാണ് ഈ കയറി പോണത്? ഞാനൊന്നും അവർക്ക് പിടികൊടുക്കാനും പോണില്ല, ആകാനും പോണില്ല, അല്ലേ? അപ്പൊ അയ്യോ, അപ്പൊ ഞങ്ങളാ? നിങ്ങളും ഇല്ല. അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴി? അതായത് നമുക്ക് മരിക്കേണ്ടി വന്നാൽ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരാൾ വന്നാലാ? ആര് വരും? അങ്ങനെ ഒരാൾ വന്നാലാ? അങ്ങനെ ഒരാൾ വന്നാ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. വേണേ 2 കാലും നീട്ടു. എന്നാ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. എവിടെ? നിങ്ങൾ ഇങ്ങനെ ആകാംക്ഷാഭരിതരാകാതെ ഞാൻ അയാളെ വിളിക്കാം. പെടയാണോ പൂവനാണ്? കറുത്തിട്ടാണോ എന്നെ പോലെ വെളുത്തിട്ടാണോ? എന്റെ പെൺപിള്ളേരെ ചാകാൻ പോകുന്ന കോഴി ആണാണോ പെണ്ണാണോ വെളുത്താണോ പച്ചയാണോ എന്ന് നോക്കേണ്ട കാര്യം ഉണ്ടാ? അത് വരണ്ട. ഏയ് മോടെ പോരെ, കേറുവാ. മോളാ? എന്റെ പെണ്ണെ, നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു കോഴിപ്പെണ്ണിന് അല്പം സ്നേഹം കൊടുത്ത് സംസാരിക്കണ്ടേ? അല്ല, അതെന്റെ മകളെ ഭാര്യയൊന്നുമല്ല. അത് വേണം പൂവേട്ടാ. പിന്നെ അവള് വരുമ്പോ ഈ ചാകാൻ നിക്കണ കോഴിയോട് എന്ന പോലെ സംസാരിക്കരുത്. ഈ വീട്ടിലെ ഒരു അംഗമായി കാണുക. ഞാൻ എന്റെ കൂടപ്പിറപ്പായി കാണും. ഞാനും അവളെ സ്നേഹിക്കും. ഞാൻ അവളെ എന്റെ മൊട്ടയായിട്ട് കാണും. അപ്പൊ അവളെ നമ്മുടെ കൂടെ തന്നെ കാണും. അതെങ്ങനെ ശരിയാവും? എത്ര ദിവസത്തേക്ക് മോളെ? മരിക്കുമ്പോ കൂടപ്പിറപ്പുകളുടെ കൂടെ കിടന്ന് മരിച്ചല്ലോ എന്നൊരു ആശ്വാസം അവൾക്ക് ഉണ്ടാവുമല്ലോ. വെറുതെ വേണ്ട, ഞാനും അവളുടെ കൂടപ്പിറപ്പാകാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, കൂടെ കിടത്തുന്ന പ്രശ്നമില്ലല്ലോ. ഇതെന്നെ ഇങ്ങനെ എങ്ങനെ? അല്ലേ ആ വന്ന പെടയെ 4 കാലിൽ നീട്ടി സ്വീകരിക്കുന്ന കാണുമ്പോ അതാ ഞാനും ആലോചിക്കുന്നേ. പോറാ പൂവാ, നീ ഭയങ്കരமான ആൾടാ. ഓ, എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, വേറെന്തൊക്കെയോ ആയി. അതെ, ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് എന്നാ കാര്യം? അവിടെ തന്നെ പോയിരിക്കാം. രസം പിടിച്ചു വരുവായിരുന്നു. സംഭവം അവന് ഹാപ്പി എൻഡിങ് ആണെങ്കിലും നമുക്ക് അത്ര ഹാപ്പി അല്ല, അല്ല പട്ടി? ഇനി അവസരം ഉണ്ടല്ലോ. കോഴി എന്നല്ല അവന്റെ പേര്. കാത്തിരിക്കാം. ഈ ദൈവം എറിയാനറിയാത്തവരുടെ കയ്യിൽ മാത്രമല്ലടാ, എറിയാനറിയാവുന്നവരുടെ കയ്യിലും വടി കൊടുക്കും. അവരത് കൃത്യമായിട്ട് എറിഞ്ഞു വീഴ്ത്തുകയും ചെയ്യും. ഈശ്വര, അടുത്ത ജന്മമെങ്കിലും എന്നെ ഇവനെ പോലത്തെ കോഴിയാക്കണേ. എന്നെ